ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് എക്സാമിന് മാർക്ക് കൂട്ടാനും അതേപോലെ തന്നെ നെഗറ്റീവ് കുറയ്ക്കാനും വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് രണ്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 50 മാർക്കോളം എനിക്കിപ്പോൾ നിലവിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതിന് മുകളിലേക്ക് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ രണ്ട് പ്രോബ്ലം നിങ്ങളെയും അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആക്ച്വലി ശരിക്കും ഈ പറയുന്ന നമ്മുടെ എക്സാമിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു 3 ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടെൻഷൻ, മൂന്നാമത്തെ മൈനസ്. ഇത് മൂന്നും നമ്മൾ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോ എക്സാമിന്റെയും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും എങ്ങനെ നമുക്ക് മറികടക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസുകളും അതേപോലെ ടിപ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ഓവർ തിങ്കിങ്. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ടെൻഷൻ എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് നമ്മൾ പോയിരിക്കും. ഓക്കെ, ആ ടെൻഷൻ എന്ന് പറയുന്നതായിരിക്കും പിന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പിന്നെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ മറ്റൊരു കോണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പറ്റത്തില്ല. സെയിം സിറ്റുവേഷൻ തന്നെയാണ് എക്സാമുകളിലും വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അതേപോലെ തന്നെ എന്താണ്, എക്സാമിന്റെ സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, അതേപോലെ തന്നെ ഈ പ്രാവശ്യം കട്ട് ഓഫ് എത്ര മാർക്കിലേക്ക് വരും, അതേപോലെ തന്നെ എത്ര പേര് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരും, റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുമോ, അതേപോലെ തന്നെ എന്താണ്, ഞാൻ ഈ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സാലറി എത്ര രൂപ ഇപ്പോൾ സാലറി കിട്ടും, ആ സാലറി കൊണ്ട് എനിക്ക് നല്ലൊരു വീട് വയ്ക്കാനായിട്ട് പറ്റുമോ, അതേപോലെ തന്നെ എനിക്കൊരു കാറ് വാങ്ങാൻ പറ്റുമോ, എൻ്റെ EMI എല്ലാം അടയ്ക്കാനായിട്ട് പറ്റുമോ. അങ്ങനെ 100 കൂട്ടം ചിന്തകളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്, ഈ പറയുന്ന ടെൻഷൻ എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ, അതേപോലെ മാത്സിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മോഡൽ ചെയ്തപ്പോൾ ഇത്ര മാർക്കാണ് കിട്ടിയുള്ളൂ, ഇംഗ്ലീഷിന് ഇത്ര മാർക്കാണ് കിട്ടിയുള്ളൂ, അതേപോലെ മലയാളത്തിന് ഇത്ര മാർക്കാണ് കിട്ടിയുള്ളൂ, GK സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ ഞാൻ കുറെ തെറ്റിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിന് എങ്ങനെയായിരിക്കും എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനിലേക്ക് പോയി എത്തും. ഈ ടെൻഷനിൽ വന്ന ശേഷം പിന്നെ നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏതൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാലും ആ ചോദ്യം എന്താണ്, ചോദ്യവും അതിന്റെ ഉത്തരവും എല്ലാം നമ്മൾ കണ്ടതായിട്ട് തോന്നും. ഓക്കെ, അതായത് ഈ 4 ഓപ്ഷനുകളും നമ്മൾ കണ്ടതായിട്ട് തോന്നും. ഈ 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ശരിയായിട്ടുള്ള ഉത്തരം ഏതാന്നുള്ളത് നമുക്ക് എന്താണ് മാറ്റിയെടുക്കാൻ, അതായത് അതിൽ നിന്നും സോർട്ട് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഓവർ തിങ്കിങ്ങിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ചെയ്ത സമയം നമ്മൾ എന്താണ് ചെയ്യുന്നത്, 2 ഓപ്ഷനിൽ വന്ന് നിന്ന് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, തത്തി കളിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതാണോ ശരി എന്നുള്ള ലെവലിൽ നമ്മളിങ്ങനെ നോക്കും. അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരെണ്ണം ബബിൾ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു 3 എണ്ണമെങ്കിലും ബബിൾ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത്, എന്തായാലും ഞാൻ ഇത്രയും അറിയാത്ത 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബബിൾ ചെയ്ത് പോയുണ്ട്. അതായത് 2 എണ്ണത്തിലെ ഓപ്ഷൻ കണ്ടതിന് ശേഷം ഇതിലേതാണ് ശരി എന്നറിയാൻ പാടില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സാം നമ്മുടെ കൈവിട്ടു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കൂടി എന്ത് ചെയ്യാം, ബബിൾ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് വരുന്നതെല്ലാം കൊണ്ടുപോയി നമ്മളെ എത്തിക്കുന്നത് എന്തിലായിരിക്കും, മൈനസിലേക്കായിരിക്കും അതെല്ലാം പോകുന്നത്. അങ്ങനെ മൈനസ് ഒരു 10ഓ 15ഓ 16ഓ ഒക്കെ വരുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ട് ഏതൊരു കാര്യത്തെ കുറിച്ചാണെങ്കിലും, അതോ എക്സാമും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും അതിനെക്കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് കൂട്ടാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാം എന്തായാലും ഇപ്പോൾ LDC 2024 ഇനിയുള്ള ജില്ലക്കാര് എഴുതുന്നവരാണെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന ഇന്നത്തെ ഒരു എക്സാം നടക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് LDC കണ്ണൂരും അതേപോലെ തന്നെ
കൊല്ലവും നടക്കുന്ന ഉദ്യോഗാർത്ഥി. കഴിഞ്ഞ 2021 LDC നിലവിലെ കൊല്ലത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.67 മാർക്കാണ്. കണ്ണൂർ എന്ന് പറയുന്നത് 55.23 ഓക്കെ. അപ്പൊ ഈ എന്താണ് എക്സാം നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 15 മാർക്കിനെങ്കിലും മുകളിലേക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്കിലേക്ക്, അതായത് ആദ്യത്തെ ഒരു 100 റാങ്കിലേക്ക്. അത് മതി നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കയറാനായിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അമിതമായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ. ഏതൊരു എക്സാം ആണെങ്കിലും ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്ത് ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചേക്കേണ്ടതാണ്. അതേപോലെ തന്നെ എന്താണ്, ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ഏകദേശം 55, 60, 70 മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. എന്നെ കൊണ്ട് പറ്റും ഈ ഒരു ജോലിക്ക് കയറാനായിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതുന്നത് എന്നുള്ള ആ ഒരു തിങ്കിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹോളിലേക്ക് പോവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് പകുതി ടെൻഷൻ ഒഴിവാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിലാണ്. 100 മാർക്കിലുള്ള ഈ ഒരു എക്സാം നമ്മൾ എഴുതാനായിട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് 100 മാർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട, അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ തന്നെ ബാക്കി ടെൻഷൻസ് നിങ്ങൾക്ക് ഒഴിവായിട്ടുണ്ട്. ഓക്കെ. അതായത് ഈ 100 മാർക്കിലെ 100ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ആ ഉത്തരത്തിലേക്ക് എത്തേണ്ട. അതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിയാൽ മതി മക്കളെ, നിങ്ങൾക്ക് ഒരു 75 മാർക്കിന് മുകളിലേക്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ 100 റാങ്കിലേക്ക് വന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കൊരു 75 മാർക്ക് മുകളിലേക്ക് വാങ്ങിയാൽ മതി. അപ്പൊ എനിക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള, അതായത് എനിക്ക് അറിയാൻ പാടില്ലാത്തതും അതേപോലെ തന്നെ എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടുള്ള ഏകദേശം 25ഓളം ചോദ്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് ചെയ്ത് കളയാനുള്ള. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഇത് അറ്റൻഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള എന്താണ് ആ ഒരു 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് നിലവിൽ എന്തുണ്ട്, ഈ ഒരു എക്സാമിനുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ബാക്കി ടെൻഷനുകൾ ഒഴിവായി. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 75 മാർക്ക് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതായിരിക്കണം പിന്നെ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ആ 75 മാർക്കിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം, അതായത് ഇന്നൊരു എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോർ സബ്ജക്റ്റ്. ഇപ്പൊ നിങ്ങൾ പലരും എന്തായിരിക്കും, ചിലവർ എന്തായാലും മെയിൻ ആയിട്ട് പഠിച്ചേക്കണത് സയൻസ് ആയിരിക്കും, ചിലവർ ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർ മാത്സ്, ചിലത് മലയാളം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി ലെവലിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടാവും, ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് എടുത്ത് അതിന്റെ PGയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ സബ്ജക്റ്റ് ആണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എടുത്തേക്കണവർ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം എടുത്തേക്കണവർ മലയാളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. മാത്സ് ആണെങ്കിൽ മാത്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കോർ സബ്ജക്റ്റിൽ കിടക്കുന്ന അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോവുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ്, GK അങ്ങനെ ഒരു ലെവലിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, കൂളായിട്ട്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ 1, 2, 3 തവണ ആ പ്രവൃത്തി ചെയ്ത കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഫിസിക്കലിന് വേണ്ടിയിട്ട് പോവാണ്, ഇപ്പൊ പോലീസ്, എക്സൈസ്, ഫയർമാൻ ഒക്കെ ഫിസിക്കൽ ഉണ്ട്. അതിൻ്റെ അത് 8 ഐറ്റം നമ്മൾ പഠിച്ചൊരു അല്ലെങ്കിൽ 8 ഐറ്റം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ കായികക്ഷമതാ പരീക്ഷ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. പക്ഷെ 5 എണ്ണം ഉള്ളവർക്ക് എന്തായിരിക്കും, ക്രിട്ടിക്കലാണ്. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ പാസ്സാവാൻ പറ്റില്ല. ഓക്കെ. അതേപോലെ തന്നെ 3 എണ്ണം ഉള്ളവർക്ക് അതിൽ കൂടുതൽ ടെൻഷൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അറിയാവുന്നത് എന്നാൽ നമുക്ക് അറിയാവുന്ന ഫസ്റ്റത്തെ തന്നെ നമ്മുടെ എന്താണ് 100 മീറ്റർ റണ്ണിങ് ആണ്. അപ്പൊ ആ 100 മീറ്റർ റണ്ണിങ് നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയെല്ലാം നമ്മുടെ എന്ത് ചെയ്യും, ആകപ്പാടെ ശോക അവസ്ഥയിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്നതിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന കോർ സബ്ജക്റ്റിലെ സബ്ജക്റ്റ്. ഇപ്പോൾ ബിടെക്കാർക്കൊക്കെ ആണെങ്കിൽ മാത്സ് സിമ്പിൾ ആയിരിക്കും, ഇംഗ്ലീഷ് സിമ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മലയാളംകാർക്ക്, ഇംഗ്ലീഷുകാർക്ക്, മാത്സുകാർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, അവസാനം ഈ പറയുന്ന GK അല്ലെങ്കിൽ GKയിൽ ഭയങ്കരമായിട്ട് എന്താണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ GK എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ളിടത്തേക്ക് എത്തുക. നിങ്ങളുടെ ഏതാണോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. അവിടെ വെച്ച് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ച സബ്ജക്റ്റ് ഏതാണ്, ആ സബ്ജക്റ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സാമിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ടെൻഷൻ പകുതി റിലീഫ് ആക്കും. ടെൻഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ എക്സാമിലേക്ക് പോകുന്നതെങ്കിൽ
നിങ്ങൾ എന്താണോ പെർഫോം ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ എന്താണ് ഒരു ഡബിൾ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം ഹോളിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു കൂൾ മൈൻഡിൽ ഇരുന്നാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഒറ്റ കാര്യം കൂടി നിങ്ങൾ ഓർത്തോ, ഇനി മുതൽ ഏതൊരു എക്സാമിന് പോകുമ്പോഴും എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഏകദേശം 75-80 മാർക്കിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്ത് എനിക്ക് ജോലിക്ക് വേണ്ടി പോകേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ LDC, ഇപ്പോൾ LDC ആണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് CPO ആണ്, ഏതൊരു എക്സാം ആണെങ്കിലും അതിന്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 54 കൊല്ലത്തിന്റെ 54.67, 808 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. കണ്ണൂരാണെങ്കിൽ എത്രയാണ്, 55.23, ഏകദേശം 960 പേര് ലിസ്റ്റിൽ വന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഈ പറയുന്ന 55ഉം അതേപോലെ 54 കട്ട് ഓഫ് വന്നത്. ഇതിൽ നിന്നും ഒരു 15 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വാങ്ങേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യം, 50 മാർക്കൊക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മാർക്ക് മുകളിലേക്ക് കയറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ബേസ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് വേണ്ട ബേസ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, അതായത് ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് 50 മാർക്കിലേക്ക് എത്താവുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ എക്സാമുകൾക്കും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ വിലയിരുത്തുക. അതായത് എവിടെയാണ് ഇനി നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കോർ സബ്ജക്റ്റിലാണെങ്കിൽ കോർ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇനി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് എന്താണ്, കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ എന്താണ് GK സബ്ജക്റ്റിലാണ് മാർക്ക് പോകുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതെന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 50 മാർക്കിൽ നിന്ന് മുകളിലേക്ക്, 50 മാർക്ക് ഇത് ഒട്ടും മോശമല്ല, നല്ല മാർക്കാണ്. ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ്, സെറ്റാണ്. അപ്പോൾ ബേസ് സെറ്റായ ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അവർക്ക് എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് പിന്നീട് ഒരു 50ൽ നിന്ന് 55ലേക്ക് മാർക്ക് അത്യാവശ്യം എന്താണ് ഇച്ചിരി ടഫാണ്, പയ്യെ പയ്യെ കയറും. അതിനുശേഷം 55 60ലേക്ക്, അതും ഏകദേശം എന്താണ് വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ ഇങ്ങനെ തന്നെ എന്താണ് ഇച്ചിരി ടൈം എടുത്താണ് കയറത്തുള്ളൂ. പക്ഷേ അതിനുശേഷമുള്ള 60 മുതൽ 65 70ലേക്കുള്ള മാർക്കുകൾ എന്ന് പറയുന്നത്, ഓരോ നമ്മുടെ പഠനം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് തന്നെ പോവുക, അതേപോലെ റിവിഷനും പോവുക, എങ്കിൽ മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ ഒരു സീരീസ് ആണ് LDC 2024 റാപ്പിഡ് റിവിഷൻ. അപ്പോൾ അതിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു, 2 ക്ലാസ് കഴിഞ്ഞു, 3ാമത്തെ ക്ലാസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ, അതായത് കുറെ ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് റാപ്പിഡ് റിവിഷനിലേക്ക് വന്നോ, അല്ലെങ്കിൽ റാപ്പിഡ് റിവിഷൻ കഴിഞ്ഞ് ഹോട്ട് ടോപ്പിക്സിലേക്ക് വന്നോ, എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഇതിന്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തുള്ളത്, ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. എക്സാം ഇനി നിലവിൽ മുന്നോട്ടേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക, മറ്റേത് സമയം ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ റാപ്പിഡ് റിവിഷനിൽ തന്നെ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ അങ്ങ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് ഒപ്പിക്കാനായിട്ട് വേറെ ആർക്കും പറ്റത്തില്ല. ഓക്കെ, അതായത് നമ്മളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ പറ്റുന്നത് എല്ലാം നേടണമെന്നുള്ള തീവ്രമായിട്ടൊരു ആഗ്രഹവുമായാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ താങ്ങും തണലുമായിട്ട് നിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിന്നവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും 2025 നമ്മുടെ LDC ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എല്ലാവർക്കും ആദ്യത്തെ 100 റാങ്കിലെങ്കിലും വരാനായിട്ട് മാക്സിമം പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. റാപ്പിഡ് റിവിഷൻ സീരീസിൽ നിലവിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ നമ്മുടെ ആ ഒരു സീരീസിൽ ജോയിൻ ചെയ്യുക. കിടിലമായി തന്നെ പഠിച്ചു പോവുക. ഓരോന്നും
വളരെ വ്യക്തമായി തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇനി ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ബേസ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവർ, ഇനി ബേസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന റാപ്പിഡ് റിവിഷൻ ഒരു 2 times എങ്കിലും പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിന്റെ വ്യക്തമായ നോട്ടും നിങ്ങൾക്ക് ടെലഗ്രാമിലുണ്ട്. അതും ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 100% ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും ആദ്യത്തെ 50 മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കും, സ്കോർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.